ഇപ്പോൾ കൊച്ചി നഗരത്തിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത എത്തുകയാണ്. നഗരത്തിൽ ഇന്ന് പുലർച്ചെ തീപിടുത്തമുണ്ടായി എന്ന വാർത്തയാണ് എത്തുന്നത്. ഏതായാലും ഒരു ഫർണിച്ചർ കടയ്ക്ക് തീപിടിച്ചിരിക്കുന്നു. നോർത്ത് പാലത്തിന് സമീപമുള്ള കടയ്ക്കാണ് തീപിടിച്ചത്. തീ പൂർണ്ണമായും അണയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും ഇപ്പോഴത്തെ സാഹചര്യം എന്താണെന്ന് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. ഉമേഷ് കൊച്ചിയിൽ നിന്ന് വാർത്തയുടെ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. ഉമേഷ്, ഗുഡ് മോർണിംഗ്. വലിയ തീപിടുത്തമാണോ രാവിലെ ഉണ്ടായത്? എങ്ങനെയാണ് തീപിടുത്തം സംഭവിച്ചതെന്നാണ് പ്രാഥമികമായ നിഗമനം? തീ പൂർണ്ണമായും അണയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ആശങ്കയുടെ സാഹചര്യമുണ്ടോ? ഗുഡ് മോർണിംഗ് മനു. ഈ തീ പൂർണ്ണമായും ഇപ്പോൾ അണച്ചിട്ടുണ്ട്, പൂർണ്ണമായും നിയന്ത്രണ വിധേയമാണ് എന്ന് തന്നെ പറയാം. ഈ നോർത്ത് പാലത്തിന് സമീപമുള്ള ഫർണിച്ചർ കടയ്ക്കാണ് ഈ തീ പിടിച്ചത്. വലിയ തീപിടുത്തമാണ് ഉണ്ടായത്. ഈ ദൃശ്യങ്ങൾ കാണാം. ഫർണിച്ചർ കട പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. യൂസ്ഡ് ഫർണിച്ചറൊക്കെയാണ് ഉപയോഗിച്ചിരുന്ന ഒരു കടയാണ്. അത് പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. അതിൻ്റെ ഈ ദൃശ്യങ്ങളിൽ തന്നെ അത് വ്യക്തമാണ്. കത്തി കഴിഞ്ഞ ശേഷമുള്ള അവശിഷ്ടങ്ങളാണ് ഈ കാണുന്നത്. പൂർണ്ണമായും കത്തി. ഇതിൻ്റെ ഒരു എത്രത്തോളം തീവ്രമായിരുന്നു ആ തീ എന്ന് അറിയുന്നതിന് ഇവിടേക്ക് എത്തിയ ഫയർഫോഴ്സ് യൂണിറ്റുകളുടെ എണ്ണം പരിശോധിച്ചാൽ തന്നെ മനസ്സിലാവും. കാരണം 1 2 അല്ല, 7 യൂണിറ്റ് ഫയർഫോഴ്സ് ഇവിടേക്ക് വരേണ്ടി വന്നു എന്നുള്ളതാണ്. ഇതിലൊരു ആശ്വാസകരം, പുലർച്ചെ 3:30യോടെയാണ് ഈ അപകടം ഉണ്ടായത്. ആ സമയമായതുകൊണ്ട് തന്നെ മറ്റ് ആളുകളോ ഒന്നും തന്നെ ഇവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആർക്കും ആളപായം ഒന്നും തന്നെ ഇല്ല, ഒട്ടും തന്നെ ആളപായം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. പക്ഷേ വലിയൊരു ഫർണിച്ചർ കടയായിരുന്നു. അത് ഈ വിധത്തിലായി. അത്രയും വലിയ തീയാണ് ഉണ്ടായത്. എന്താണ് അതിൻ്റെ യഥാർത്ഥ കാരണം എന്നുള്ളത് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. ഏത് സാഹചര്യത്തിലാണ് ഈ തീ പടർന്നത് എന്നുള്ള കാര്യത്തിലൊരു വ്യക്തതയില്ല. ഇന്ന് 3 മണിക്ക് തുടങ്ങിയ തീ അണയ്ക്കാനായത് ഏതാണ്ട് ഒരു 5:30 6 മണിയോടെയാണ് അത് നിയന്ത്രിക്കാൻ കഴിഞ്ഞത് എന്നുള്ളതാണ്. ഈ കടവന്ത്ര ഗാന്ധിനഗർ ഫയർ സ്റ്റേഷനിൽ നിന്ന് 4 യൂണിറ്റ്, ഗാന്ധിനഗറിൽ നിന്ന് മാത്രം 3 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി. അതിന് പുറമെ തൊട്ടടുത്ത് തന്നെയുള്ള തൃപ്പൂണിത്തുറ, തൃക്കാക്കര, ഏലൂർ എന്നിങ്ങനെ വിവിധ ഇടങ്ങളിൽ നിന്നായി 7 യൂണിറ്റ് ഫയർഫോഴ്സുകളാണ് ഇവിടേക്ക് എത്തിയത്. ഈ ദൃശ്യങ്ങൾ കാണാം. നിരവധി യൂണിറ്റ് ഫയർഫോഴ്സുകൾ ഇവിടേക്ക് വരികയും അത് തുടർച്ചയായി വെള്ളം പമ്പ് ചെയ്തുകൊണ്ടാണ് ഈ തീ നിയന്ത്രിക്കാൻ കഴിഞ്ഞത്. ഇപ്പോഴും നേരിയ തോതിൽ ചിലയിടങ്ങളിൽ നിന്നായി ഇവിടെയായി ചെറിയ തോതിൽ ഒരു പുക ഉയരുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അത് ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്നുള്ളത് തന്നെയാണ് ഫയർ ഉദ്യോഗസ്ഥർ പറയുന്നത്. തീ പൂർണ്ണമായും അണച്ചിട്ടുണ്ട്. അത് തീ കെടുത്തിയാലും ഇത്തരത്തിൽ ചെറിയ തോതിൽ ഒരു പുക വരുന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഇനി അത് കത്താനുള്ള സാധ്യത കുറവായി തന്നെയാണ് എല്ലാവരും പറയുന്നത്. വലിയ ആശങ്കയുണ്ടായി. കാരണം 2-2.5 മണിക്കൂറോളം തീ ആളിപ്പടരുന്ന നിലയൊക്കെ ഉണ്ടായി. പക്ഷേ നിലവിൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നിലവിലെ സാഹചര്യം. മറ്റ് പ്രശ്നങ്ങൾ ഇപ്പോൾ ഇല്ല. കാര്യങ്ങൾ പൂർണ്ണമായും ഇപ്പോൾ. ഉമേഷ്, ഏറ്റവും പ്രധാനപ്പെട്ട നോക്കൂ, അതിൻ്റെ തൊട്ടരികിൽ മെട്രോ ലൈനുണ്ട്, അവിടെ പെട്രോൾ പമ്പുകളുണ്ട്. കൊച്ചി നഗരമാണ്, അടുത്തടുത്ത് ഒരുപാട് വ്യാപാര സ്ഥാപനങ്ങളുണ്ട് എന്ന് നമുക്കറിയാം. അതിൻ്റെ ഇടയിലാണ് അതിലേക്കൊന്നും തീ പടരാതെ ഈ തീ അണയ്ക്കാൻ നമുക്ക് ഫയർഫോഴ്സിന് കഴിഞ്ഞത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതെ മനു, ഇത് നഗരമധ്യത്തിലാണ്. നോർത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ നോർത്ത് പാലത്തിൻ്റെ സമീപമാണ്. ടൗൺ ഹാള് തൊട്ടടുത്ത് തന്നെ, ഈ കടയുടെ തൊട്ടടുത്ത് തന്നെ പെട്രോൾ പമ്പുണ്ട്. അങ്ങനെ നഗരമധ്യത്തിൽ തന്നെ നിരവധി വ്യാപാര സ്ഥാപനങ്ങളുള്ള ഒരു മേഖലയാണിത്. അവിടെയാണ് ഇത്തരത്തിൽ പെട്ടെന്ന് തീ പടർന്നത്. 1-2 മണിക്കൂറോളം തീ ഇങ്ങനെ ആളിപ്പടരുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായി. എന്തായാലും നിലവിൽ സ്ഥിതിഗതികൾ ശാന്തമാണ്. ഇപ്പോൾ തീ ഒരുവിധം കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞു അല്ലേ? കൺട്രോൾ കഴിഞ്ഞു. ഒന്ന് പറയാൻ 2 മണിക്കൂർ ശരിക്കും കണ്ടിന്യൂസ് വർക്ക് ചെയ്തു. അതിനുശേഷമാണ് നമുക്ക് പൂർണ്ണമായിട്ട് നിയന്ത്രിക്കാൻ സാധിച്ചത്. ഇപ്പോഴാണ് നമുക്ക് ഫോൺ കോൾ 3:15 ഇതുപോലെ നമുക്ക് മെസ്സേജ് കിട്ടുന്നത്. ഇന്ന് തന്നെ ഗാന്ധിനഗർ, ക്ലബ് റോഡ് ഒത്തി, അതോടൊപ്പം തന്നെ നമ്മൾ നിൽക്കത്തില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ സമീപത്തുള്ള ഏലൂർ, മട്ടാഞ്ചേരി, തൃക്കാക്കര തുടങ്ങിയ സ്റ്റേഷനിൽ നിന്നും കൂടെ നമ്മൾ സഹായം ആവശ്യപ്പെട്ടു. 6-7 യൂണിറ്റ് ഫയർ യൂണിറ്റ് ഒരു ഗാന്ധിനഗർ യൂണിറ്റിൽ നിന്ന് തന്നെ 3 വണ്ടി വന്നിട്ടുണ്ട്. ക്ലബ് റോഡ് നിലയത്തിൽ നിന്ന് 2 വണ്ടി വന്നിട്ടുണ്ട്. പിന്നെ നിരന്തരമായിട്ട് ഇത് റീഫിൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം എന്താണെന്നല്ല അതൊന്നും അറിയത്തില്ല. അത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഒരു മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തിട്ടാണ് പോകുന്നതെന്നാണ് അതിൻ്റെ ഓണർ പറഞ്ഞത്. അപ്പോൾ എന്താണെന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നില്ല. ഫർണിച്ചർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അതായത് അതിൻ്റെ ഫോമും അതോടൊപ്പം തന്നെ പശയും എല്ലാം തീ കത്തുന്നതിന് വളരെ കാരണമായിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെ ചെറിയ തോതിൽ പുകയുണ്ട്, അത് വലിയ ആശങ്കയില്ല. അത് ആശങ്കയില്ല. അത് ഈ ഫോം കിടന്ന് പുകയുന്നതാണ്. പശ അത് ഉള്ളതുകൊണ്ട് ഫോം കിടന്ന് പുകയുന്നതാണ്. ഇപ്പോൾ പൂർണ്ണമായും കൺട്രോളാണ്. എന്താണ് സംബന്ധിച്ചൊരു അന്വേഷണമൊക്കെ ഉണ്ടാവും. അത് ഉണ്ടാവും തീർച്ചയായിട്ടും.
മനു അതാണ് ഇത് ഫർണിച്ചർ കടയായതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫോം മറ്റ് മരം ഒക്കെ ഉണ്ട്. അതെല്ലാം വളരെ പെട്ടെന്ന് ആളിപ്പടരും, ആളിക്കത്തും. അതാണ് ഇതിൻ്റെ ഒരു തീവ്രത കൂട്ടിയത് എന്നുള്ളതാണ്. പക്ഷേ കാരണം അവ്യക്തമാണ്. ഈ കടയുടമയൊക്കെ പറയുന്നത് ഇത് മെയിൻ സ്വിച്ച് ഓഫ് ചെയ്താണ് പോകുന്നത്. പക്ഷേ എന്തുകൊണ്ട് ഇങ്ങനെ തീപിടുത്തം ഉണ്ടായി എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തമുണ്ട്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്. എന്തായാലും 7 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കുകയായിരുന്നു. ഇപ്പോഴും ചെറിയ തോതിൽ പുക വരുന്നത് മറ്റ് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല, മറ്റ് പ്രശ്നങ്ങളില്ല എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. മനു. ശരി, ഓക്കെ, താങ്ക് യു ഉമേഷാണ് കൊച്ചിയിൽ നിന്ന് ഈ വിവരങ്ങൾ നൽകിയത്. ഏതായാലും വലിയ അപകടം ഒഴിവാവുകയായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കും. തൊട്ടരികിൽ മെട്രോ ലൈനുണ്ട്, മറ്റ് വ്യാപാര സ്ഥാപനങ്ങളുണ്ട്. അതിനൊക്കെ അപ്പുറത്തേക്ക് കുറച്ചപ്പുറം നിങ്ങൾ കണ്ടില്ലേ ദൃശ്യങ്ങളിൽ ഒരു പെട്രോൾ പമ്പ് കൂടിയുണ്ട്. എത്ര വലിയൊരു ദുരന്തത്തിൻ്റെ മുന്നിൽ നിന്നാണ് ആ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ആ തീ അണച്ചത് എന്നത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ഏതായാലും ഇന്ന് പുലർച്ചെ ഒരു 3 മണിക്ക് ശേഷമാണ് തീപിടുത്തം ഉണ്ടാകുന്നത്. ഒരു 2-2.5 മണിക്കൂർ പണിയെടുത്തിട്ടാണ് അവർ ആ തീ അണച്ചിരിക്കുന്നത്. തത്സമയ വിവരങ്ങളാണ് ഇപ്പോൾ നമുക്ക് ഉമേഷ് നൽകിയത്.